ഹായ് എവരിബഡി, എല്ലാവർക്കും 12ാം ക്ലാസ്സിലെ ഫിസിക്സിലെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന ഫിനോമിനൻ ആദ്യമായി മനസ്സിലാക്കിയത് അല്ലെങ്കിൽ കണ്ടുപിടിച്ചത് മൈക്കൽ ഫാരഡേ എന്ന ശാസ്ത്രജ്ഞനാണ്. ഇപ്പം മൈക്കൽ ഫാരഡേ ആണ് ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, അതുവഴി ഇലക്ട്രിക് മോട്ടോർ അല്ലെങ്കിൽ ഡൈനമോയുടെ കണ്ടുപിടുത്തമാണ്. യഥാർത്ഥത്തിൽ ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചത് അദ്ദേഹമല്ല, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചത്. എന്നിരുന്നാലും ഡൈനമോയുടെ കണ്ടുപിടുത്തത്തോടു കൂടിയാണ് ഈ ഇലക്ട്രിസിറ്റി വളരെ വ്യാവസായികമായിട്ട് ഉപയോഗിക്കാനായിട്ട് ആരംഭിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം. ഇപ്പോൾ ഈ ഡൈനമോയുടെ കണ്ടുപിടുത്തത്തിന് മുമ്പ് ഇലക്ട്രിസിറ്റിയുടെ ഒറിജിനായിട്ട് ഉപയോഗിച്ചിരുന്നത് ബാറ്ററികളായിരുന്നു, ഇലക്ട്രോ കെമിക്കൽ സെൽസ്. ഇലക്ട്രോ കെമിക്കൽ സെൽസിന്റെ പോരായ്മ എന്ന് പറയുന്നത് അതിൽ നിന്നും ലഭിക്കുന്ന കറണ്ട് വളരെ ചെറിയ തോതിലുള്ളതായിരിക്കും. EMFും വോൾട്ടേജും ഒക്കെ വളരെ നെഗ്ലിജിബിളി സ്മോൾ ആയിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ വളരെ വലിയ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഇലക്ട്രിസിറ്റി ഈ പറഞ്ഞ ഇലക്ട്രോ കെമിക്കൽ സെൽസിൽ നിന്നും ഉണ്ടാക്കുക എന്നുള്ളത് അപ്രായോഗികമായിരുന്നു. അതുപോലെ തന്നെ ഈ സെല്ലുകൾ വളരെ കുറച്ച് സമയത്തേക്ക് കറണ്ട് തരുമായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഇലക്ട്രിക് കറണ്ട് വിത്തൗട്ട് ബാറ്ററികൾ ഇല്ലാതെ എങ്ങനെ ഇലക്ട്രിക് കറണ്ട് ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ച് റിസർച്ചസ് നടക്കുകയായിരുന്നു. അപ്പോൾ നമുക്കറിയാം, ഒരു കോയിൽ, ആ ഒരു കോയിലിലൂടെ കറണ്ട് കടത്തി വിട്ട് കഴിഞ്ഞാൽ അത് ഒരു മാഗ്നറ്റായിട്ട് മാറും. അല്ലെങ്കിൽ കറണ്ട് കാര്യം കോയിൽ എന്ന് പറയുന്നത് ഒരു ബാർ മാഗ്നറ്റിന്റെ സമാനമാണ്. അതുപോലെ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് അതിന് ചുറ്റും ഉണ്ടാകുന്നുണ്ട്. ഇത് മനസ്സിലാക്കിയ ഓയസ്റ്റഡ് എന്ന് പറയുന്ന സയന്റിസ്റ്റാണ്. അതായത് ഇലക്ട്രിക് കറണ്ടുമായിട്ട് ബന്ധപ്പെട്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാകുന്നു എങ്കിൽ അതിന് നേരെ തിരിച്ചുള്ള ഫിനോമിനൻ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൽ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൽ നിന്നും ഇലക്ട്രിക് കറണ്ട് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന കാര്യത്തെക്കുറിച്ച് മൈക്കൽ ഫാരഡേ എന്ന ശാസ്ത്രജ്ഞൻ നിരവധി പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ടായി. അപ്പോൾ അതിന്റെ ഫലമായിട്ടാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന ഫിനോമിനൻ അദ്ദേഹം കണ്ടുപിടിക്കുകയും ഒരു ടൈം വേരിയിങ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചാൽ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ഒരു EMFും കറണ്ടും ഉണ്ടാകും എന്നൊക്കെ അദ്ദേഹം മനസ്സിലാക്കിയുണ്ടായി. അപ്പോൾ അദ്ദേഹം അതിന് പ്രധാനമായിട്ട് 2 പരീക്ഷണങ്ങളാണ് അതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചത്. ഫാരഡേസ് ഫസ്റ്റ് എക്സ്പെരിമെന്റ്, അതുപോലെ ഫാരഡേസ് സെക്കൻഡ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്ന 2 പരീക്ഷണങ്ങൾ. അപ്പോൾ ആദ്യത്തെ പരീക്ഷണത്തിൽ അദ്ദേഹം ഉപയോഗിച്ചത് ഒരു സർക്കുലർ കോയിലാണ്. അപ്പോൾ ആ കോയിലിൽ ഒരു ഗാൽവനോമീറ്റർ കണക്ട് ചെയ്യാം. ഗാൽവനോമീറ്റർ എന്ന് പറയുന്നത് കറണ്ടിന്റെ പ്രസൻസ് അറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ്. കറണ്ട് ഇല്ലെങ്കിൽ അത് 0 ഡിഫ്ലക്ഷൻ കാണിക്കും. ആ 0 എന്ന് പറയുന്നിടത്ത് നീഡിൽ ഡിഫ്ലക്ട് കാണിക്കും. ഇടത് സൈഡിലേക്കോ വലത് സൈഡിലേക്കോ കറണ്ട് ഉണ്ടെങ്കിൽ അത് ഡിഫ്ലക്ട് ചെയ്യുകയും ചെയ്യും. ഈ ഗാൽവനോമീറ്റർ മാറ്റി വേണമെങ്കിൽ നമുക്കൊരു ബൾബ് കണക്ട് ചെയ്യാം. അപ്പോൾ ആ ബൾബ് എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് അതിന്റെ പ്രസൻസ് അറിയാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ അത് ഒരു കളറിലും, മറിച്ച് കറണ്ട് ഒഴുകുകയാണെങ്കിൽ ബ്ലൂ കളറിലും അത് കറണ്ട് അല്ലെങ്കിൽ പ്രകാശം പുറപ്പെടുവിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഉപകരണം വെച്ചുകൊണ്ട് ഫാരഡേസ് ഫസ്റ്റ് എക്സ്പെരിമെന്റ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ കറണ്ട് കോയിലിന് സമീപത്തേക്ക് ഒരു മാഗ്നറ്റ് കൊണ്ട് വെച്ചിരിക്കുകയാണ്. ഒരു ബാർ മാഗ്നറ്റാണ്. ഇപ്പൊ നോർത്ത് പോളും സൗത്ത് പോളും അല്ല, മാഗ്നറ്റിക് ഡൈപോള് ഈ കോയിലിന് സമീപത്ത് കൊണ്ട് വെച്ചിരിക്കുന്നു. അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡുണ്ട്. ഈ മാഗ്നറ്റിന് ചുറ്റും മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് ഉണ്ട്. അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് ഉള്ള അത് കൊണ്ട വെച്ചിട്ട് ഒന്നും സംഭവിക്കുന്നില്ല, കാരണം അതിനകത്ത് കറണ്ട് ഒന്നും ഉണ്ടാകുന്നില്ല. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ട വെച്ചിട്ട് ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ കറണ്ട് ഒന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ നിരാശനായ അദ്ദേഹം പെട്ടെന്ന് ആ മാഗ്നറ്റ് മാറ്റിയ മൊമെന്റിൽ പെട്ടെന്ന് ഒരു ബ്രൈറ്റ്നസ് ലൈറ്റിൽ കണ്ടു. അത് അദ്ദേഹത്തെ ആശ്ചര്യപ്പെടുത്തി. വീണ്ടും അദ്ദേഹം ആ മാഗ്നറ്റ് അതിന് സമീപത്തേക്ക് കൊണ്ടുവന്നപ്പോഴും ഇതുപോലെ ആ ബൾബ് തെളിയുന്നതായിട്ട് അദ്ദേഹം കണ്ടു. അദ്ദേഹം വളരെ നിരാശനായിട്ടാണ് അത് മാറ്റിയത്. ആ മാഗ്നറ്റ് എടുത്ത് മാറ്റിയ ആ മൊമെന്റിലാണ് ഇത് ലൈറ്റ് അതിനകത്ത് ഉണ്ടാകുന്നതായിട്ട് കണ്ടത്. വീണ്ടും അദ്ദേഹം കൊണ്ടുവന്നപ്പോൾ അദ്ദേഹത്തിന് വളരെ ആശ്ചര്യകരമായിട്ട് തോന്നി. അതായത് മാഗ്നറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാഗ്നറ്റ് ആ പറഞ്ഞിരിക്കുന്ന കോയിലിലേക്കോ കോയിലിന് തിരിച്ചോ മൂവ് ചെയ്യുന്ന സമയത്ത് ആ ബൾബ് ഗ്ലോ ചെയ്യുന്നതായിട്ട് അദ്ദേഹം കണ്ടു. അതുപോലെ തന്നെ തിരിച്ചും അദ്ദേഹം മാഗ്നറ്റ് അവിടെ സ്റ്റേഷനറി ആക്കി വെച്ചിട്ട് ഈ കോയിലൊന്ന് മൂവ് ചെയ്യിച്ച് നോക്കി. അപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ, കണ്ടോ? അപ്പോഴും ആ ബൾബിനകത്ത് പ്രകാശം ഉണ്ടാകുന്നുണ്ട്. ഈ കോയില്
മാഗ്നറ്റിലേക്ക് മൂവ് ചെയ്യിച്ചാലും മാഗ്നറ്റിൽ നിന്ന് തിരിച്ച് മൂവ് ചെയ്യിക്കുമ്പോഴും ശ്രദ്ധിക്കുക ഉണ്ടോ, തിരിച്ച് മൂവ് ചെയ്തപ്പോഴും കറണ്ട് ഉണ്ടാകുന്നുണ്ട്. മാഗ്നറ്റ് മൂവ് ചെയ്യിച്ചാലും അതല്ലെങ്കിൽ ഈ കോയിൽ മൂവ് ചെയ്യിച്ചാലും EMF-ഉം കറണ്ടും ഉണ്ടാകുന്നുണ്ട്. ഇൻസ്റ്റന്റേനിയസ് ആയിട്ടൊരു EMF-ഉം കറണ്ടും ഉണ്ടാകുന്നുണ്ട് എന്ന് മൈക്കിൾ ഫാരഡെ മനസ്സിലാക്കി. അതായത് there should be a relative motion between the coil and the magnet. ഇനി അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ പരീക്ഷണം, അതിനുവേണ്ടി അദ്ദേഹം ഒരു കറണ്ടുകാരെയും കോയിൽ എടുത്തു. ആ കോയിലിൽ കറണ്ട് കടത്തിവിടാം. അപ്പോൾ കറണ്ട് കടന്നു പോയി കഴിഞ്ഞാൽ അതിന് ഒരു ബാർ മാഗ്നറ്റ് പോലെ തന്നെ ബിഹേവ് ചെയ്യും. അതിന് സമീപത്ത് ഇതുപോലെ നമ്മൾ രണ്ടാമത്തെ കോയിൽ വെച്ചിരിക്കുകയാണ്. ആദ്യത്തെ കോയിലിനെ നമ്മൾ പ്രൈമറി കോയിൽ എന്ന് വിളിക്കുന്നു. അതിനകത്താണ് കറണ്ടിന്റെ സോഴ്സ് ഉള്ളത്. രണ്ടാമത്തെ കോയിലിൽ കറണ്ടിന്റെ സോഴ്സ് ഒന്നുമില്ല, അത് സെക്കൻഡറി കോയിൽ എന്ന് നമ്മൾ അതിനെ വിളിക്കുകയും ചെയ്യുന്നു. അതിൽ ബൾബ് മാത്രമേ ഉള്ളൂ കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളൂ. യാതൊരു EMF-ന്റെ സോഴ്സ് ഒന്നും സെക്കൻഡറിയിൽ ഇല്ല. ഇപ്പൊ പ്രൈമറിയിൽ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്തു അല്ലെങ്കിൽ കീ ഓൺ ചെയ്തപ്പോൾ കറണ്ട് അതിലെ ഫ്ലോ ചെയ്യാനായിട്ട് ആരംഭിക്കുന്നു. പ്രൈമറിയിലൂടെ കറണ്ട് 0 ആയിരുന്നു ആദ്യത്തെ കറണ്ട്. അത് I ആംപിയർ എന്ന് പറയുന്ന ഒരു മാക്സിമം വാല്യൂയിലേക്ക് കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ആദ്യം കറണ്ട് 0 ആയിരുന്നു. ഇപ്പോൾ മാക്സിമം കറണ്ട് എന്ന് പറയുന്ന ഉദാഹരണത്തിന് 1 ആംപിയർ ആണെന്ന് വിചാരിച്ചു. 1 ആംപിയർ ആയിട്ട് കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നു. അതുപോലെ നമ്മൾ ഓഫ് ചെയ്യുന്ന സമയത്തും ഓൺ ചെയ്യുന്ന സമയത്തും ഈ പറഞ്ഞ ബൾബ് തെളിയുന്നതായിട്ട് കണ്ടു. ഈ പ്രൈമറി കോയിലിൽ ആ കീ നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്തും ഓഫ് ചെയ്യുന്ന സമയത്തും മാത്രം ആണ് ആ ബൾബ് തെളിയുന്നതായിട്ട് കണ്ടത്. അതിലൂടെ സ്റ്റഡി കറണ്ട് കടന്നു പോകുമ്പോൾ ആ ബൾബ് തെളിയുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സെക്കൻഡറി കോയിലകത്ത് EMF-ഉം കറണ്ടും അപ്പോൾ അവിടെ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറയുന്നത്. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഈ രണ്ട് പരീക്ഷണങ്ങളിലും കോമൺ ആയിട്ടുള്ള ഒരു സംഭവമുണ്ട്. അതെന്താണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കാനായിട്ട് പരിശ്രമിച്ചു നോക്കാം. ഇപ്പൊ ഇവിടെ മാഗ്നറ്റ് നമ്മൾ കൊണ്ട് വെച്ചിരിക്കുന്നു. മാഗ്നറ്റ് നമ്മൾ കൊണ്ട് വെക്കുമ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് കാണാം. അപ്പോൾ ഈ കോയിലിന് സമീപത്തേക്ക് നമ്മൾ മാഗ്നറ്റ് മൂവ് ചെയ്യിക്കുമ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂടുകയാണ് ചെയ്യുന്നത്. ഈ സർക്കുലർ കോയിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് അവിടെ കൂടുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അതിനടുത്തേക്ക് മൂവ് ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് അപ്പോൾ തിക്കായിട്ട് വരുന്നു, അതല്ലെങ്കിൽ അവിടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂടുന്നു. അതുപോലെ അകത്തിക്കൊണ്ട് പോകുന്നതിനനുസരിച്ചിട്ട് മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കുറയുകയും ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഈ മാഗ്നറ്റ് കോയിലിലേക്ക് മൂവ് ചെയ്യിക്കുമ്പോഴോ തിരിച്ച് മൂവ് ചെയ്യിക്കുമ്പോഴോ ഈ കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഫ്ലക്സ്, മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് വേരി ചെയ്യുന്നു. ഒന്നെങ്കിൽ ഇൻക്രീസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഇത് സ്റ്റഡി ആയിട്ട് നിൽക്കുന്ന സമയത്ത്, മാഗ്നറ്റും കോയിലും മൂവ് ചെയ്യാതെ സ്റ്റഡി ആയിട്ട് നിൽക്കുന്ന സമയത്ത് മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നില്ല, കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ അങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റഡി ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡിൽ കോയിൽ ഇരുന്നാൽ അതിനകത്ത് EMF-ഉം കറണ്ടും ഉണ്ടാകുന്നില്ല. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡിൽ വെറുതെ ഒരു കോയിൽ വെച്ചാൽ അതിൽ EMF ഉണ്ടാകത്തില്ല. ഇപ്പൊ EMF കറണ്ട് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ആ കോയിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ലിങ്ക് ചെയ്തിട്ടുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യണം. ഒരു ടൈം വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകണം. അതുപോലെ രണ്ടാമത്തെ എക്സ്പെരിമെന്റിനകത്ത് നമ്മൾ കണ്ട കാര്യം ഇതാണ്. ഇപ്പൊ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്തു, ഓൺ ചെയ്ത സമയത്ത് ബൾബ് തെളിയുന്നു, ഓഫ് ചെയ്ത സമയത്തും കറണ്ട് തെളിയുന്നു, ബൾബ് തെളിയുന്നു എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്തത്. അതുകൊണ്ടാണ് നീലയും മഞ്ഞയും രണ്ട് വ്യത്യസ്ത കളറിൽ കണ്ടത്. ഇത് ഓൺ ചെയ്യുന്ന സമയത്ത് കറണ്ട് എന്ന് പറയുന്നത് 0-യിൽ നിന്ന് ഒരു മാക്സിമം വാല്യൂയിലേക്ക് കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ കറണ്ട് എന്ന് പറയുന്നത് ഓൺ ചെയ്ത സമയത്ത് ഇപ്പൊ സ്റ്റഡി കറണ്ട് എത്തിക്കഴിയുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡും സ്റ്റഡിയാണ്, അതിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് സ്റ്റഡിയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ അതിന് സമീപത്തിരിക്കുന്ന കോയിലിനകത്ത് EMF-ഉം ഇൻഡ്യൂസ് ചെയ്യാത്തത്. അതുകൊണ്ടാണ് ബൾബ് ഇപ്പോൾ പ്രകാശിക്കാത്തത്. ഓൺ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? കറണ്ട് 0, 0.1, 0.2, 0.3 എന്നുള്ള രീതിയിൽ മാക്സിമം വാല്യൂയിലേക്ക്, ഉദാഹരണം 1 ആംപിയർ ആണ് മാക്സിമം വാല്യൂ എങ്കിൽ 1 ആംപിയറിലേക്ക് കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നു. അതിനെടുക്കുന്ന സമയം വളരെ ചെറുതാണ്, മൈക്രോ സെക്കൻഡ്സ് പോലും എടുക്കുന്നില്ല എന്നുള്ള കാര്യം ശരിയാണ്. പക്ഷേ ചെറിയൊരു സമയം അവിടെ കറണ്ട് 0-യിൽ നിന്നും മാക്സിമം വരാനായിട്ട് എടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ കറണ്ട് 0-യിൽ നിന്നും മാക്സിമം വരുന്ന സമയം കൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്ത് വരുന്നു. നമുക്ക് അറിയാം, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇന്റൻസിറ്റി ഓഫ് കറണ്ട് ആണ്. ബയോട്ട്-സാവർട്ട് ലോയ്ക്ക് അത് നമ്മൾ പഠിച്ചതാണ്. അപ്പൊ അങ്ങനെ കറണ്ട് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത്, സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ കോയിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് വേരി ചെയ്യുന്നു. അതുകൊണ്ടാണ് ആ സമയത്ത് സ്വിച്ച് ഓൺ ചെയ്ത സമയത്ത് ബൾബ് തെളിഞ്ഞത്. സ്വിച്ച് ഓൺ ചെയ്ത സമയത്ത് മാത്രം ബൾബ് തെളിയുന്നു. സ്റ്റഡി സ്റ്റേറ്റ് എത്തിക്കഴിഞ്ഞാൽ ഇപ്പൊ കറണ്ട് സ്റ്റഡിയാണ്, അതുകൊണ്ട് തന്നെ ബൾബ് ഇപ്പൊ തെളിയുന്നില്ല. മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് കോയിൽ എന്ന് പറയുന്നത് ഇപ്പോൾ സ്റ്റഡിയാണ്, അതുകൊണ്ട് തന്നെ ബൾബ് ഇപ്പോൾ തെളിയുന്നില്ല. സ്റ്റഡി വാല്യൂ എത്തിക്കഴിയുമ്പോൾ ഡയറക്റ്റ് കറണ്ട് DC ആണ് നമ്മളവിടെ കൊടുത്തിരിക്കുന്നത്. AC ആയിരുന്നെങ്കിൽ എപ്പോഴും തെളിയുമായിരുന്നു. ഓഫ് ചെയ്യുന്നു, നമ്മൾ ആ കീ അങ്ങോട്ട് നമ്മൾ ഓഫ് ചെയ്തു. അപ്പോൾ എന്താ സംഭവിക്കുക? കറണ്ട് ഡിക്രീസ് ചെയ്യുന്നു, അതിനോടനുബന്ധിച്ച് മാഗ്നറ്റിക് ഫീൽഡും ഡിക്രീസ് ചെയ്യുന്നു. അപ്പൊ ഈ കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് കുറയുന്നത് കൊണ്ട് എന്ത് സംഭവിച്ചു? അതിനകത്ത് EMF ഉണ്ടാകും. അപ്പൊ അതാണ് ഇപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്
കറണ്ട് ഉണ്ടാക്കുന്നില്ല. സ്റ്റഡി ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് കറണ്ട് ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് ഈ രണ്ട് എക്സ്പെരിമെന്റിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കിയത്. എന്നാൽ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ്, അതായത് ടൈം വേരിയിങ് ആയിട്ടുള്ള ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് ഇലക്ട്രിക് കറണ്ട് ഉണ്ടാക്കും എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അപ്പോൾ ടൈം വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ഇലക്ട്രിക് കറണ്ട് ഉണ്ടാക്കും, അല്ലെങ്കിൽ EMF ഉണ്ടാക്കുന്നു. എന്നാൽ സ്റ്റഡി ആയിട്ടുള്ള ആ ഒരു കറണ്ട്, ആ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് കറണ്ട് ഉണ്ടാക്കുന്നില്ല എന്നും അദ്ദേഹം മനസ്സിലാക്കേണ്ടത്. അപ്പൊ അങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുമ്പോൾ ഇൻഡ്യൂസ്ഡ് കറണ്ടും ഇൻഡ്യൂസ്ഡ് വോൾട്ടേജും ആ പറഞ്ഞ കോയിലിൽ ഉണ്ടാവും. ആ ഫിനോമിനാണ് അദ്ദേഹം ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് വിളിച്ചത്. അതായത് whenever the magnetic flux associated with a circuit is changed, an EMF is induced in the circuit, and hence a current will be flowing through the circuit if that circuit is closed. അതിനെ നമ്മൾ ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്നും വിളിച്ചു. ഇതാണ് ഡൈനമോയുടെ പ്രിൻസിപ്പിൾ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഈ തത്വത്തെ ബേസ് ചെയ്തിട്ടാണ്, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ഫിനോമിനെ ബേസ് ചെയ്തിട്ടാണ് ഇലക്ട്രിക് മോട്ടോർ, അതാണ് വ്യാവസായിക അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ വളരെ ഏറെ ഇലക്ട്രിക് ഡിവൈസസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യിക്കാനായിട്ട് ഉപകരിച്ചത്. വളരെ വിപ്ലവകരമായിട്ടുള്ള ഒരു കണ്ടുപിടുത്തമായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ ഡൈനമോയുടെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത്. ഇപ്പോൾ ഫാരഡെ ഈ രണ്ട് എക്സ്പെരിമെന്റുകളാണ് ചെയ്തത്. ഇപ്പോൾ ഫാരഡെ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് ഒരു കോയിലിലേക്ക് മാഗ്നറ്റ് മൂവ് ചെയ്യിച്ചു. അപ്പോൾ അതിനകത്തൊരു ഡിഫ്ലക്ഷൻ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് കണ്ടു. അതുപോലെ ഓപ്പോസിറ്റ്, ഇപ്പം ആദ്യം നോർത്ത് പോൾ മൂവ് ചെയ്യിച്ചപ്പോൾ ഏത് ഡയറക്ഷനിലാണോ ഡിഫ്ലക്ഷൻ കണ്ടത് നേരെ തിരിച്ചായിരിക്കും അതിലേക്ക്, അതേ സെയിം കോയിലിലേക്ക് നോർത്ത് പോൾ മൂവ് ചെയ്യിച്ചാൽ ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഇതുപോലെ നമ്മൾ കണ്ട പരീക്ഷണം തന്നെ. മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ കോയിൽ ചേഞ്ചസ് റിലേറ്റീവ് ടു ദ പൊസിഷൻ ഓഫ് ദ കോയിൽ ആൻഡ് ദ മാഗ്നറ്റ് ഡ്യൂ ടു ദ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് കട്ടിംഗ് അറ്റ് ഡിഫറെന്റ് ആംഗിൾസ് അറ്റ് ദ സെയിം ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദ കോയിൽ എന്ന് പറയുന്നത്. ഇപ്പൊ ഇത് നമ്മൾ ഈ ആനിമേഷൻ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. നമ്മൾ മാഗ്നറ്റ് മൂവ് ചെയ്യുന്നു, അതിനനുസരിച്ചിട്ട് ഗാലനോമീറ്റർ ഡിഫ്ലക്ട് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. നമ്മൾ സ്പീഡിൽ മൂവ് ചെയ്താൽ കൂടുതൽ ഡിഫ്ലക്ഷൻ അതിനകത്ത് ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. തിരിച്ച് മാഗ്നറ്റ് മൂവ് ചെയ്യിക്കുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഡിഫ്ലക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സാവധാനമാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ചെറിയ ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നുള്ളൂ. നമ്പർ ഓഫ് ടേൺസ് കുറവാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ഉണ്ടാകുന്ന ഡിഫ്ലക്ഷന്റെ അളവും കുറവായിരിക്കും. താഴത്തേനകത്ത് നമ്പർ ഓഫ് ടേൺസ് കൂടുതലുണ്ട്. ഇപ്പോൾ നമ്പർ ഓഫ് ടേൺസ് കൂടുതലുള്ള കോയിലിലേക്കാണ് മാഗ്നറ്റ് മൂവ് ചെയ്യിക്കുന്നതെങ്കിൽ കൂടുതൽ EMF ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒബ്സർവേഷൻസ് എന്ന് പറയുന്നത് റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദ കോയിൽ ആൻഡ് ദ മാഗ്നറ്റ് ഉണ്ടാകും. There should be a relative motion between the coil and the magnet. അപ്പോഴാണ് EMF കറണ്ടും ഉണ്ടാവുള്ളൂ. Induced polarities of the magnetism in the coil, or direction of current through the galvanometer and hence the deflection of the galvanometer. അതുപോലെ that the induced EMF is available only as long as there is a relative motion between the coil and the magnet. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. There should be a relative motion between the magnet and the coil. അതിലെ റിലേറ്റീവ് മോഷൻ ഏതെങ്കിലും മൂവ് ചെയ്യിച്ചാൽ മതി, മാഗ്നറ്റ് തന്നെ മൂവ് ചെയ്യിക്കണമെന്നില്ല, കോയിൽ മൂവ് ചെയ്യിച്ചാലും അപ്പോൾ അതിൽ EMF ഉണ്ടാകും. അപ്പോൾ കോയിൽ ക്യാൻ ബി മൂവ്ഡ് ബൈ ഫിക്സിംഗ് മാഗ്നറ്റ്. ബോത്ത് കോയിൽ ആൻഡ് മാഗ്നറ്റ് ക്യാൻ ബി മൂവ്ഡ് ടുവേർഡ്സ് ഈച്ച് അതർ ഓർ അവേ ഫ്രം ഈച്ച് അതർ. ദാറ്റ് മീൻസ് there should be a relative motion between them. അതെ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ കോയിൽ ചേഞ്ചസ് relative to the positions of the coil and the magnet. അപ്പോൾ അതിനകത്ത് കറണ്ടും EMF ഉണ്ടാവും. കറണ്ട് ആൻഡ് ഹെൻസ് ഡിഫ്ലക്ഷൻ is large if the relative velocity between the coil and the magnet and hence the rate of change of flux across the coil is small. അതായത് നമ്മൾ വളരെ സാവധാനമാണ് ഈ മാഗ്നറ്റ് മൂവ് ചെയ്യിക്കുന്നതെങ്കിൽ ഗാലനോമീറ്റർ ചെറിയ ഡിഫ്ലക്ഷനെ കാണിക്കുന്നുള്ളൂ. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഉണ്ടാകുന്ന കറണ്ടും EMF വളരെ കുറവാണ് എന്നാണ്. എന്നാൽ നമ്മൾ സഡൻ ആയിട്ട് ഒരേ മാഗ്നറ്റ് തന്നെ സെയിം കോയിലിലേക്ക് നമ്മൾ സഡൻ ആയിട്ട് മൂവ് ചെയ്യിക്കുന്നു, അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് കൂടുതലാണെങ്കിൽ കൂടുതൽ ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് അതിലുണ്ടാകുന്ന EMF ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ രണ്ടാമത്തെ എക്സ്പെരിമെന്റ് ഇതാണ്. അപ്പോൾ ഇവിടെ ഒരു കോയില് നമ്മൾ കണ്ടത് തന്നെയാണ്. അപ്പോൾ കോയിലിനകത്ത് കറണ്ടിന്റെ സോഴ്സ് ഉണ്ട്. രണ്ടാമത്തെ കോയിൽ അതിന് സമീപത്ത് വെച്ചിരിക്കുന്നു. അതിൽ കറണ്ടിന്റെ സോഴ്സ് ഒന്നുമില്ല, ഒരു ഗാലനോമീറ്റർ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ കോയിൽ കീ നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്തും രണ്ടാമത്തെ കോയിലിനകത്ത് ഡിഫ്ലക്ഷൻ കണ്ടു.
അതാണ് when the primary coil is closed, current grows from 0 to maximum value. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കറണ്ട് 0 നിന്നും മാക്സിമം വാല്യൂയിലേക്ക് കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നു. But during this period, changing current produces changing magnetic flux across the primary coil. അതായത് കറണ്ടിന് പ്രൊപ്പോർഷനാണ് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കറണ്ട് ഇൻക്രീസ് ചെയ്താൽ ഇൻക്രീസിങ് മാഗ്നറ്റിക് ഫീൽഡിലാണ് രണ്ടാമത്തെ കോയിൽ ഇരിക്കുന്നത്. The changing magnetic flux is linked across the secondary coil and induced EMF or current in the secondary coil. ഇപ്പം രണ്ടാമത്തെ കോയിലിനകത്ത് EMF കറണ്ട് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ induced EMF of current and hence deflection in the galvanometer last only as long as the current in the primary coil and hence the magnetic flux in the secondary coil last. അപ്പോൾ അതായത് ഈ സമയത്തേക്ക് എത്ര സമയത്തേക്ക് കറണ്ട് ചേഞ്ച് ചെയ്യുന്നുണ്ടോ, അതായത് either increase or decrease ഏതായാലും കുഴപ്പമില്ല, കറണ്ട് ചേഞ്ച് ചെയ്യുന്ന സമയത്തേക്ക് മാത്രമേ ഈ പറഞ്ഞ സെക്കൻഡറി കോയിലിനകത്ത് EMFും കറണ്ടും ഉണ്ടാകുന്നുള്ളൂ എന്ന് ഫാരഡെ മനസ്സിലാക്കി. അപ്പോൾ ഈ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഫോർമുലേറ്റ് ചെയ്തതാണ് ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. അപ്പോൾ when primary circuit is open, current decreases from maximum to 0. But during this period, changing current induces changing magnetic flux across the primary coil. This changing magnetic flux is linked across the secondary coil and induces current in the secondary coil. However, note that the deflection of current in the secondary coil is reversed and hence deflection in the galvanometer is opposite to the previous case. അതായത് നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്തും ഓഫ് ചെയ്യുന്ന സമയത്തും ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻസ് ഓപ്പോസിറ്റ് ആണ്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് രണ്ട് വ്യത്യസ്ത ഡയറക്ഷനിലാണ് അതിൽ EMF ഇൻഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ അദ്ദേഹം ഫോർമുലേറ്റ് ചെയ്തു. അപ്പോൾ അതിൽ രണ്ട് പാർട്ടുകളാണ് ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിലുള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷന്റെ ഡെഫിനിഷൻ തന്നെയാണ്. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണെന്നുള്ളത് ഫാരഡേസ് ഫസ്റ്റ് ലോയ്ക്ക് അത് പറയുന്നുണ്ട്. Whenever there is a change in magnetic flux linked with a circuit, an EMF and hence a current is induced in the circuit. However, it lasts only so long as the magnetic flux is changing. അതാണ് ആദ്യത്തെ ലോ എന്ന് പറയുന്നത്. അതായത് whenever there is a magnetic flux linked with a coil is changed, an EMF is induced. ആ EMF നിലനിൽക്കുന്നത് ഈ ചേഞ്ച് നിലനിൽക്കുന്ന സമയത്തേക്ക് വരെ മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ പാർട്ടിലാണ് ഇങ്ങനെ ഉണ്ടാകുന്ന EMFന്റെ മാഗ്നിറ്റ്യൂഡിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ EMFന്റെ മാഗ്നിറ്റ്യൂഡിനെ കുറിച്ച് പറയുന്നതാണ് നമ്മൾ കണ്ടതാണ്. മാഗ്നറ്റ് വളരെ സാവധാനമാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ചെറിയ EMFും കറണ്ടും ഉണ്ടാകുന്നുള്ളൂ നമ്മൾ കണ്ടതാണ്. എന്നാൽ ഈ മാഗ്നറ്റ് നമ്മൾ വളരെ സഡൻ ആയിട്ട് മൂവ് ചെയ്താൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഷാർപ്പായിരിക്കും, അപ്പോൾ കൂടുതൽ EMF ഉണ്ടാകുന്നതാണ്. The magnitude of induced EMF is directly proportional to rate of change of magnetic flux linked with the circuit എന്നുള്ളതാണ്. അപ്പോൾ അതായത് EMF will be directly proportional to d∅dt എന്ന് നമുക്ക് എഴുതാം. d∅ എന്ന് പറയുന്നത് സ്മോൾ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ്, dt എന്ന് പറയുന്നത് അതിനടുത്ത ടൈം. ഓർ പ്രൊപ്പോർഷണാലിറ്റി സൈൻ നമ്മൾ മാറ്റുകയാണെങ്കിൽ E കോൺസ്റ്റന്റ് k ഇൻറ്റു d∅dt എന്ന് എഴുതാം. അപ്പോൾ അതിനകത്ത് എസ് ഐ യൂണിറ്റിൽ കെയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ സോ വി ക്യാൻ റൈറ്റ് E = d∅dt എന്ന് നമുക്ക് എഴുതാം. അതല്ലെങ്കിൽ ∅2 ഫൈനൽ ഫ്ലക്സ്, ∅1 ഇനിഷ്യൽ ഫ്ലക്സ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ ടോട്ടൽ ചേഞ്ച് ഇൻ ഫ്ലക്സ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ എന്ന് പറഞ്ഞാൽ ടോട്ടൽ EMF ഇൻഡ്യൂസ്ഡ് ആയിരിക്കും. അപ്പൊ d∅dt എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിലെ ഇൻസ്റ്റന്റേനിയസ് ആയിട്ടുള്ള അതിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF ആണ് നമ്മൾ d∅dt എന്ന് പറയുന്നത്. ഏത് ടൈമിലാണോ നമ്മൾ EMF അളക്കുക അത്. ടോട്ടൽ EMF എന്ന് പറഞ്ഞാൽ ടോട്ടൽ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ എടുത്താൽ നമുക്ക് ടോട്ടൽ EMF കിട്ടുകയും ചെയ്യും. ഈ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെ ഫാക്ടേഴ്സ് ചേഞ്ച് ചെയ്യിക്കുക നമുക്കൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ഇപ്പം ഒരു കോയിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ഇപ്പൊ ചെറിയൊരു ഏരിയ d∅ എന്ന് പറയുന്ന ഏരിയ ആയിട്ട് ബന്ധപ്പെട്ടുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് ആണെന്നുണ്ടെങ്കിൽ B.ds എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. B എന്ന് പറയുന്നത് അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി ആണ്. ds എന്ന് പറഞ്ഞിരിക്കുന്ന ആ സ്മോൾ ഏരിയ. ഇപ്പൊ B.ds എന്ന് പറഞ്ഞാൽ BDS കോസ് തീറ്റ ഡോട്ട് പ്രോഡക്റ്റ് ആണ്. കോസ് തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ ബിറ്റ്വീൻ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ഏരിയ വെക്ടർ. ഇപ്പൊ ds എന്ന് പറഞ്ഞിരിക്കുന്ന ഏരിയ വെക്ടർ അതിനെ നോർമൽ ആയിട്ടാണ് അതിന്റെ ഡയറക്ഷൻ. അതും മാഗ്നറ്റിക് ഫീൽഡ് ആ സ്ഥലത്തെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ B എന്ന് പറഞ്ഞിരിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആണ്. അപ്പോൾ അത് തമ്മിലുള്ള ആംഗിളാണ് തീറ്റ ആയിട്ട് നമ്മൾ എടുത്തിരിക്കുക. അപ്പോൾ തീറ്റ ഇസ് ആംഗിൾ ബിറ്റ്വീൻ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ഏരിയ വെക്ടർ. അപ്പോൾ ഫൈ എന്ന് പറയുന്നത് ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് B.A എന്ന് എഴുതാം എന്ന് പറഞ്ഞാൽ BA കോസ് തീറ്റ എന്നുള്ളതാണ്. മാഗ്നറ്റിക്
ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് കോയിൽ ഓഫ് ഏരിയ എ എന്ന് പറയുന്നത് ബി ഡോട്ട് എ അല്ലെങ്കിൽ ബി എ കോസ് തീറ്റ എന്ന് പറയുന്നതാണ് മാഗ്നറ്റിക് ഫ്ലക്സ്. ഇതിനകത്ത് ഈ ഫ്ലക്സ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് 3 കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാം. ഒന്നെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് അല്ലെങ്കിൽ ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ബി എന്ന് പറയുന്നത് വേരി ചെയ്യുക. വേരി ചെയ്യിച്ചാൽ ഫ്ലക്സ് ചേഞ്ച് ചെയ്യും. അതല്ലെങ്കിൽ ഏരിയ ഓഫ് ദി ലൂപ്പ് അത് ചേഞ്ച് ചെയ്യുക. ഏരിയ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ഫിക്സ് ചെയ്ത് വെച്ചാലും നമുക്ക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യിക്കാം. ഇനി അതും അല്ലെങ്കിൽ തീറ്റ എന്ന് പറയുന്ന ആംഗിൾ, അതായത് ആംഗിൾ ബിറ്റ്വീൻ മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ ആൻഡ് ഏരിയ വെക്ടർ, അവ തമ്മിലുള്ള ആംഗിൾ വേരി ചെയ്യിക്കാം. അപ്പൊ ഈ 3 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യിക്കാം. അപ്പൊ ഏതെങ്കിലും ഒരു രീതിയിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്താൽ മതി, അവിടെ EMF ഉണ്ടാവും. അപ്പോൾ അതിലുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് വേരി ചെയ്യിക്കുക. മാഗ്നറ്റ് നമ്മൾ അടുപ്പിച്ചു കൊണ്ടുവന്നപ്പോൾ, കോയിലിലേക്ക് അടുപ്പിച്ചുകൊണ്ട് വന്നപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ആണ് നമ്മൾ കൂട്ടിയത്. അതുപോലെ അകത്തിക്കൊണ്ട് പോയപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് കുറയ്ക്കുകയാണ്. അതുപോലെ മാഗ്നറ്റും കോയിൽ നമ്മൾ മൂവ് ചെയ്യിക്കാതെ കോയിലിന്റെ ഏരിയ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താലും മതി, അപ്പോഴും ഫ്ലക്സ് ചേഞ്ച് ചെയ്യും. ഇനി അതല്ലെങ്കിൽ ഇവ തമ്മിലുള്ള ആംഗിൾ വ്യത്യാസപ്പെടുത്തുക. അപ്പൊ മാഗ്നറ്റ് അങ്ങ് റൊട്ടേറ്റ് ചെയ്യുക. അപ്പൊ മാഗ്നറ്റ് റൊട്ടേറ്റ് ചെയ്താൽ എയും ബിയും തമ്മിലുള്ള ആംഗിൾ തീറ്റ നമുക്ക് വേരി ചെയ്യാം. അപ്പൊ ആ പറഞ്ഞ രീതിയിൽ നമുക്ക് മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യാം. അപ്പൊ അങ്ങനെ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഫൈ ഈസ് ഈക്വൽ ടു ബി ഡോട്ട് എ അല്ലെങ്കിൽ ബി എ കോസ് തീറ്റ എന്ന് പറയുന്നത് സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ബി നമുക്ക് വ്യത്യാസപ്പെടുത്തി ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ഏരിയ വ്യത്യാസപ്പെടുത്തി ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ഓറിയന്റേഷൻ ഓഫ് ദ കോയിൽ വിത്ത് മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ തീറ്റ വേരി ചെയ്യിച്ച് നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമ്പർ ഓഫ് ടേൺസ്, ഇപ്പോൾ ആ കോയിലിനകത്തുള്ള നമ്പർ ഓഫ് ടേൺസ് നമുക്ക് ഇൻക്രീസ് ചെയ്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്തിട്ടാണെങ്കിലും ചെയ്യാം, വേരി ചെയ്യിക്കാം. അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു കോമ്പിനേഷൻ ഉപയോഗിച്ചാലും നമുക്ക് മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യിക്കാം എന്ന് ചുരുക്കം. മാഗ്നറ്റിക് ഫ്ലക്സ് ഒരു സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ അതിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് വെബർ ആണ്, അല്ലെങ്കിൽ ടെസ്ല മീറ്റർ സ്ക്വയർ ആണ് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അതിന്റെ CGS യൂണിറ്റ് മാക്സ്വെൽ നമ്മൾ പറയുന്നത് 1 മാക്സ്വെൽ എന്ന് പറഞ്ഞാൽ 10⁻⁻⁸ വെബർ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. മാഗ്നറ്റിക് ഫ്ലക്സ് പെർ യൂണിറ്റ് ഏരിയ എന്ന് പറയുന്നതാണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി, അല്ലെങ്കിൽ സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, അല്ലെങ്കിൽ ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ നേരത്തെ കണ്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ചേഞ്ച് ചെയ്യിച്ചുകൊണ്ട് ഉണ്ടാക്കാമെന്ന് നോക്കാം. മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യിക്കാമെന്ന് ശ്രമിക്കുക. ഇപ്പോൾ ഇവിടെ ഒരു മാഗ്നറ്റ്, ഒരു കോയില്, ആ കോയിലിന്റെ ഒരു ബൾബ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ബൾബ് എന്ന് പറയുന്നത് കറണ്ടിന്റെ പ്രസൻസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡിറ്റക്ട് ചെയ്യുന്നതാണ്. അപ്പം മാഗ്നറ്റ് എന്ന് പറയുന്നത് അതിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഒക്കെ കാണിക്കുന്നു. മാഗ്നറ്റ് നമ്മൾ അതിനടുത്തേക്ക് മൂവ് ചെയ്യിക്കുമ്പോൾ ബി എന്ന് പറയുന്നതിന്റെ വാല്യൂ നമ്മൾ കൂട്ടുകയാണ് ചെയ്യുന്നത്. ബി എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ വാല്യൂ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യുകയാണ് മാഗ്നറ്റ് നമ്മൾ ഇതിന് സമീപത്തേക്ക് കൊണ്ടുവരുമ്പോൾ. അപ്പോൾ കൊണ്ട് മാഗ്നറ്റ് ബിയുടെ വാല്യൂ വ്യത്യാസം വന്നതുകൊണ്ട് അതിനകത്ത് ബൾബ് പ്രകാശിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ നമ്പർ ഓഫ് ടേൺസ് നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യിക്കാം. ഇപ്പോൾ ഇത് സ്റ്റഡി ആയിട്ടിരിക്കുമ്പോൾ അത് മാഗ്നറ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് മാത്രമേ കാണുന്നുള്ളൂ. ഇപ്പോൾ കോയിലിന്റെ എണ്ണം നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇപ്പോൾ എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് കൂടുതൽ EMF അതിൽ ഇൻഡ്യൂസ് ചെയ്യും. ഇപ്പോൾ നമ്മുടെ 3 നമ്പർ ഓഫ് ടേൺ വെച്ചിട്ടുണ്ട്. 3 നമ്പർ ഓഫ് ടേൺ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ EMF ഉണ്ടാവും. അതുപോലെ ഏരിയ നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇതുപോലെ ഏരിയ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ മതി. മാഗ്നറ്റും കോയിലും മൂവ് ചെയ്തില്ലെങ്കിലും ഏരിയ വ്യത്യാസപ്പെടുത്തിയാൽ എന്ത് സംഭവിക്കും? ഈ പറഞ്ഞ ബൾബ് തെളിയും, അല്ലെങ്കിൽ EMF അതിൽ ഇൻഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യിക്കാം, ഏരിയ ചേഞ്ച് ചെയ്യിക്കാം. അപ്പോൾ ഏരിയ ചേഞ്ച് ചെയ്താലും മാഗ്നറ്റിക് ഫ്ലക്സിന്റെ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് നമുക്ക് അളക്കാനായിട്ട് സാധിക്കും. അത് വേരി ചെയ്യിച്ചാലും ഇതിനകത്ത് EMF ഉണ്ടാകും എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് കാണിച്ചിരിക്കുന്നു, അതിന്റെ ഡയറക്ഷൻ കാണിച്ചിരിക്കുന്നു. അപ്പോൾ അതിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് നമുക്ക് അളന്ന് നോക്കാം. അളക്കാനായിട്ട് ഡിവൈസ് ഉപയോഗിച്ച് മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് നമുക്ക് അളക്കാം. അപ്പോൾ സമീപത്ത് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് മാഗ്നറ്റ് ഇതിന് സമീപത്തേക്ക് വരുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂടുന്നത് കൊണ്ട് ബൾബ് മാറ്റി വേണമെങ്കിൽ ഗാൽവാമീറ്റർ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആകുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഗാൽവാമീറ്റർ കൊടുത്താൽ മതി. മാഗ്നറ്റ് ടു ആൻഡ് ഫ്രോ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഗാൽവാമീറ്ററിന്റെ ഡിഫ്ലക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അതേ രീതിയിൽ ഇതിനകത്ത് EMF ഇൻഡ്യൂസ് ചെയ്യിക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ ബൾബ് തന്നെ വീണ്ടും നമ്മൾ മാറ്റി കാണിക്കും. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് അതിന്റെ ആംഗിൾ ചേഞ്ച് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ മാഗ്നറ്റ് അവിടെ വെച്ചിരിക്കുന്നു, ഒന്ന് റൊട്ടേറ്റ് ചെയ്യാവുന്ന വിധത്തിൽ മാഗ്നറ്റ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ മാഗ്നറ്റിലേക്ക് നമ്മൾ
വെള്ളം നമ്മൾ ചാടിക്കുന്നു. ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രൊജക്റ്റിന്റെ പ്രിൻസിപ്പിളാണത്. അപ്പം മാഗ്നറ്റ് റൊട്ടേറ്റ് ചെയ്യിക്കുന്നു. അപ്പം മാഗ്നറ്റ് റൊട്ടേറ്റ് ചെയ്യിക്കുമ്പോൾ ഇവിടെ ആംഗിൾ തീറ്റ ആണ് വേരി ചെയ്യുന്നത്. അപ്പം ആംഗിൾ തീറ്റ വേരി ചെയ്യുന്നതിനനുബന്ധിച്ചിട്ട് EMF ഉണ്ടാകുന്നു. അപ്പോൾ ഇതിനെ റൊട്ടേറ്റ് ചെയ്യുന്ന പാർട്ടിനെ റോട്ടർ എന്നും സ്റ്റേഷനറി ആയിട്ടിരിക്കുന്നതിനെ സ്റ്റേറ്റർ എന്നും വിളിക്കുന്നു. അപ്പോൾ അത് ഡൈനാമോയുടെ പ്രിൻസിപ്പിളാണ്. ഇപ്പോൾ കോയിൽ വേണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യിക്കാം, അല്ലെങ്കിൽ മാഗ്നറ്റ് വേണമെങ്കിൽ മാഗ്നറ്റ് റൊട്ടേറ്റ് ചെയ്യിക്കാം. അപ്പോൾ അതാണ് ജനറേറ്ററിൻ്റെ അല്ലെങ്കിൽ ഡൈനാമോയുടെ പ്രിൻസിപ്പിളായിട്ട് വരുന്നത്. ഇപ്പോൾ ഇതേ രീതിയിലാണ് ഇലക്ട്രിക് ജനറേറ്റർ അല്ലെങ്കിൽ ഡൈനാമോയുടെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ചെയ്യുന്നത് ആംഗിൾ തീറ്റ എന്ന് പറയുന്നതാണ് വേരി ചെയ്യിക്കുക. അപ്പോൾ അതുപോലെ 3 രീതിയിൽ നമുക്ക് ഒന്നെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് വേരി ചെയ്യിച്ചിട്ടോ, ഏരിയ ഓഫ് ദി കോയിൽ ചേഞ്ച് ചെയ്യിച്ചിട്ടോ, അല്ലെങ്കിൽ ആംഗിൾ ചേഞ്ച് ചെയ്യിച്ചിട്ടോ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? നമുക്ക് ഈ പറഞ്ഞത് EMF ഇൻഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ ഇൻഡ്യൂസ് ചെയ്യുന്ന EMFന്റെ ഡയറക്ഷൻ പറയുന്ന ലോ ആണ് ലെൻസസ് ലോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലെൻസസ് റൂൾ എന്ന് പറയുന്നത്. ഗീവ്സ് ദ ഡയറക്ഷൻ ഓഫ് ദ ഇൻഡ്യൂസ്ഡ് EMF. ഇപ്പൊ ഏത് ഡയറക്ഷനിലാണ് കറണ്ട് ഒഴുകുന്നത് അല്ലെങ്കിൽ EMF ഇൻഡ്യൂസ് ചെയ്യുന്നത് എന്ന് കാണിക്കുന്നതാണ് ലെൻസസ് ലോ. ഇപ്പൊ ഒരു മാഗ്നറ്റ് നമ്മൾ ഈ കോയിലിലേക്ക് കൊണ്ടുവരുന്നു. നോർത്ത് പോളാണ് സമീപത്തേക്ക് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പൊ അങ്ങനെ നോർത്ത് പോൾ നമ്മൾ സമീപത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഇതിനകത്ത് മാഗ്നറ്റിസം അതിലൊരു EMF ഇൻഡ്യൂസ് ചെയ്ത് കറണ്ട് ഉണ്ടാവും. അപ്പൊ ആ കറണ്ട് ഒഴുകുന്നത് മൂലം അതൊരു ഇലക്ട്രോ മാഗ്നറ്റ് ആയിട്ട് മാറുന്നു. അപ്പൊ ഇലക്ട്രോ മാഗ്നറ്റ് ആയിട്ട് മാറുമ്പോൾ അതിന്റെ നോർത്ത് പോളിന് സമീപത്ത് ഇൻഡ്യൂസ് ചെയ്യുന്നത് നോർത്ത് പൊളാരിറ്റി തന്നെയാണ്. അതായത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. നമ്മൾ ഒരു സൈഡിൽ നോക്കുമ്പോൾ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറണ്ട് ഒഴുകുന്നതെങ്കിൽ ആ പോൾ എന്ന് പറയുന്നത് നോർത്ത് ആയിട്ട് മാറും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലാണ് നോർത്ത് പോൾ നമ്മൾ ഇതിന് സമീപത്തേക്ക് കൊണ്ടുവരുമ്പോൾ അതിനകത്ത് EMF ഇൻഡ്യൂസ് ചെയ്യുന്നത്. EMFും കറണ്ടും അതിലെ ഒഴുകുന്നത്. ഇപ്പോൾ നോർത്ത് പോളാണ് നമ്മൾ കൊണ്ടുവരുന്നതെങ്കിൽ ആ സൈഡിൽ നോർത്ത് പൊളാരിറ്റി ഇൻഡ്യൂസ് ചെയ്യുന്നു. അതുപോലെ മാഗ്നറ്റ് നമ്മൾ അകത്തിക്കൊണ്ട് പോവുകയാണെന്ന് കരുതുക. അകത്തിക്കൊണ്ട് പോകുമ്പോൾ ആ അകത്തിക്കൊണ്ട് പോകുന്നതിനെതിരെ മീൻസ് ഇപ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് അപ്പോൾ കറണ്ട് ഒഴുകുക. അപ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറണ്ട് ഒഴുകുക എന്ന് പറഞ്ഞാൽ അവിടെ സൗത്ത് പൊളാരിറ്റി ഇൻഡ്യൂസ് ചെയ്യുന്ന വിധത്തിലാണ് അപ്പോൾ അവിടെ അതിനകത്ത് കറണ്ടിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നോർത്ത് പോളും സൗത്ത് പോളും നമ്മൾ അട്രാക്ഷൻ ഉണ്ട്. അട്രാക്ഷനെതിരെ വർക്ക് ചെയ്തിട്ട് വേണം നമുക്ക് മാഗ്നറ്റിനെ അകത്തിക്കൊണ്ട് പോകണമെങ്കിൽ. അതുപോലെ അടുപ്പിച്ചുകൊണ്ട് വന്നപ്പോൾ നോർത്ത് പൊളാരിറ്റി ഇൻഡ്യൂസ് ചെയ്തുകൊണ്ട് രണ്ട് നോർത്ത് പോളും തമ്മിലുള്ള റിപ്പൾഷനെതിരെ വർക്ക് ചെയ്തിട്ട് വേണം നമുക്ക് ഈ മാഗ്നറ്റിനെ അതിനടുത്തേക്ക് കൊണ്ടുവരുവാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ഈ പറഞ്ഞ രീതിയിലാണ്, അതായത് മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യുന്ന വിധത്തിലായിരിക്കും ആ കോയിലിനകത്ത് കറണ്ടും EMFും ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നത് എന്ന് ചുരുക്കം. അപ്പോൾ അതാണ് ലെൻസസ് ലോ പറയുന്നത്. ഇപ്പോൾ ഒരു കോയിലിനകത്ത് ഉള്ള ഇൻഡ്യൂസ്ഡ് EMFന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യുന്ന വിധത്തിലായിരിക്കും എന്നുള്ളതാണ്. Direction of induced EMF or induced current is such that it opposes the change that is producing it. That is, if the current is induced due to motion of a magnet, then the induced current in the coil set itself to stop the motion of the magnet. ഞാൻ പറഞ്ഞു ആദ്യമേ ആ നോർത്ത് പോൾ ഈ മാഗ്നറ്റ് ഈ കോയിലിന് സമീപത്തേക്ക് കൊണ്ടുവന്നപ്പോൾ അത് ആ നോർത്ത് പോളിന്റെ സൈഡില് നോർത്ത് പോൾ തന്നെ ഇൻഡ്യൂസ് ചെയ്തിട്ട് മാഗ്നറ്റിന്റെ മൂവ്മെന്റിനെ ഒപ്പോസ് ചെയ്യാണ് ചെയ്യുന്നത്. അതുപോലെ if the current is induced due to a change in current in the primary coil, then the induced current is such that it tends to stop the change. അതായത് മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യുന്ന വിധത്തിലായിരിക്കും എപ്പോഴും ആ കോയിലിനകത്ത് അല്ലെങ്കിൽ ആ സർക്യൂട്ടിനകത്ത് EMF ഇൻഡ്യൂസ് ചെയ്യുന്നത് എന്ന് ചുരുക്കം. ഇപ്പൊ ലെൻസസ് ലോ എന്ന് പറയുന്നത് അതാണ് ഈ പറഞ്ഞ EMFന്റെ ഡയറക്ഷനെ അല്ലെങ്കിൽ കറണ്ടിന്റെ ഡയറക്ഷനെ കാണിക്കുന്നതാണ് ലെൻസസ് റൂൾ എന്ന് പറയുന്നത്. ഇപ്പൊ ലെൻസസ് റൂൾ എന്ന് പറയുന്നത് എനർജി കൺസർവേഷൻ തീറത്തിന് അതിനെ ഒബേ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കുക. അപ്പൊ നമ്മളിവിടെ പറഞ്ഞ കേസിനകത്ത് നമ്മൾ പറഞ്ഞപ്പോൾ നമ്മളെ നോർത്ത് പോൾ ഈ കോയിലിന് സമീപത്തേക്ക് മൂവ് ചെയ്തപ്പോൾ കോയിലിന്റെ മാഗ്നറ്റിനോട് ചേർന്ന സൈഡ് നോർത്ത് പൊളാരിറ്റി തന്നെയാണ് ഇൻഡ്യൂസ് ചെയ്തത്. അപ്പോൾ ആ രണ്ട് നോർത്ത് പോൾസ് തമ്മിൽ റിപ്പൽ ചെയ്യും. ആ റിപ്പൾഷനെതിരെ വർക്ക് ചെയ്തിട്ട് വേണം നമുക്ക് മാഗ്നറ്റിനെ മൂവ് ചെയ്യിക്കാനായിട്ട്. അപ്പം അങ്ങനെ നമ്മൾ ചെയ്യുന്ന ആ മെക്കാനിക്കൽ വർക്കാണ് അവിടെ ഇലക്ട്രിക് എനർജി ആയിട്ട് മാറ്റപ്പെടുന്നത്. നേരെ തിരിച്ചായിരുന്നെങ്കിൽ ഇപ്പോൾ സൗത്ത് പോളായിരുന്നു ഇൻഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നോർത്തും സൗത്തും തമ്മിൽ അട്രാക്ട് ചെയ്യും. ഇപ്പം വർക്കൊന്നും ചെയ്യിക്കാതെ തന്നെ മാഗ്നറ്റിനെ മൂവ് ചെയ്യിക്കാമായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ അത് എനർജി കൺസർവേഷൻ പ്രിൻസിപ്പിളിനെ വയലേറ്റ് ചെയ്യുമായിരുന്നു. എന്നാൽ അങ്ങനെയല്ല. ദിസ് ഈസ് ഇൻ അക്കോർഡൻസ് വിത്ത് എനർജി കൺസർവേഷൻ ലോ. അപ്പോൾ അക്കോർഡിംഗ് ടു ലെൻസസ് ലോ, the induced EMF opposes the change that produces it. It is this opposition against which we perform mechanical work is causing the change in magnetic flux. Therefore, mechanical energy is converted into electrical energy. Thus, Lenz's law is in accordance with the law of conservation of energy.
അങ്ങനെ അല്ലായിരുന്നെങ്കിൽ ഇത് വയലേറ്റ് ചെയ്യുമായിരുന്നു. ഈ ഹവർ റിവേഴ്സ് വുഡ് ഹാപ്പൻ, നേരെ തിരിച്ചായിരുന്നെങ്കിൽ, ദാറ്റ് ഈസ് ഇൻഡ്യൂസ്ഡ് EMF ഡസ് നോട്ട് ഒപ്പോസ് ദ ചേഞ്ച്, then a little change in magnetic flux would produce an induced current which would help the change of flux further, thereby producing more current. എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ നോർത്ത് പോളിനെ നമ്മൾ മൂവ് ചെയ്യിച്ചപ്പോൾ അതിലുണ്ടാകുന്ന കറണ്ടിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് സൗത്ത് പോൾ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നോർത്തും സൗത്തും തമ്മിൽ അട്രാക്ട് ചെയ്യും, ഈ പറഞ്ഞത് കൂടുതൽ കറണ്ട് ഉണ്ടാവുകയും ചെയ്യുമായിരുന്നു, മെക്കാനിക്കൽ വർക്കൊന്നും ഉപയോഗിക്കാതെ തന്നെ. The increased EMF would then cause further change in flux and would further increase the current and so on. This would create energy out of nothing, which would violate the law of conservation of energy. അങ്ങനെ ആയിരുന്നെങ്കിൽ അത് എനർജി കൺസർവേഷൻ ലോയിനെ വയലേറ്റ് ചെയ്യുമായിരുന്നു. എന്നാൽ അത് പെർഫെക്റ്റ് എഗ്രിമെന്റ് വിത്ത് ലെൻസസ് ലോ ഈസ് ഇൻ പെർഫെക്റ്റ് എഗ്രിമെന്റ് വിത്ത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. അത് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ പറഞ്ഞ ഫാരഡേസ് ലോ എന്ന് പറയുന്നത് ഇൻഡ്യൂസ്ഡ് EMFന്റെ മാഗ്നിറ്റ്യൂഡിനെ കുറിച്ച് പറയുന്നു. ലെൻസസ് റൂൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലെൻസസ് ലോ എന്ന് പറയുന്നത് ഈ EMFന്റെ ഡയറക്ഷനെ കുറിച്ച് പറയുന്നു. അപ്പോൾ ഇത് രണ്ട് എക്സ്പ്രഷനോട് ചേർത്തിട്ട് നമുക്ക് ഇതിന്റെ ഇക്വേഷൻ എഴുതാനായിട്ട് സാധിക്കും. E ഈസ് ഈക്വൽ ടു മൈനസ് d∅/dt എന്ന് എഴുതാം. ഫാരഡേസ് ലോ ഉപയോഗിച്ച് നമ്മൾ കണ്ടതാണ്. ഈ EMF ഇൻഡ്യൂസ്ഡ് എന്ന് പറയുന്നത് d∅/dt ആണ്. ഒരു മൈനസ് സൈൻ അവിടെ കൊടുത്തിരിക്കുന്നു. മൈനസ് സൈനിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് EMFും ചേഞ്ച് ഇൻ ഫ്ലക്സും എഗെയിൻസ്റ്റ് ആണ്, ഒപ്പോസിംഗ് ആണെന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതല്ലെങ്കിൽ -φ2 -φ1/t എന്ന് എഴുതാം. ആൻഡ് ഫോർ n നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെങ്കിൽ ഓരോ നമ്പർ ഓഫ് ടേണിലും d∅/dt വീതം EMF ഇൻഡ്യൂസ് ചെയ്യും. ഇപ്പൊ ടോട്ടൽ EMF എന്ന് പറഞ്ഞാൽ n × d∅/dt എന്ന് എഴുതാം. അപ്പോൾ അതുപോലെ കറണ്ട് എന്ന് പറയുന്നത് നമ്മൾ എഴുതണമെന്നുണ്ടെങ്കിൽ EMF ബൈ റെസിസ്റ്റൻസ് ഇട്ടാൽ മതി. അതായത് d∅/dt/r എന്ന് പറഞ്ഞാൽ അത് ഇൻഡ്യൂസ്ഡ് കറണ്ട് ആയിരിക്കും. ഇപ്പോൾ ചാർജ് ആണെങ്കിൽ dq/dt ആണ്. അതായത് d∅/r/dt എന്ന് എഴുതി കഴിഞ്ഞാൽ അത് dqന്റെ എക്സ്പ്രഷൻ. അപ്പോൾ dq എന്ന് പറഞ്ഞാൽ മൈനസ് d∅/r എന്ന് എഴുതിയാൽ അത് dq, അതായത് ചേഞ്ച് ഇൻ ചാർജ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇൻഡ്യൂസ്ഡ് EMF ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ റെസിസ്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട്, whereas ഇൻഡ്യൂസ്ഡ് കറണ്ട് ആൻഡ് ഇൻഡ്യൂസ്ഡ് ചാർജ് ഡിപ്പെൻഡ് ഓൺ റെസിസ്റ്റൻസ്. ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നതിന്റെ ഇക്വേഷൻ അത് റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ എന്നുള്ളത് ശ്രദ്ധിക്കുക. ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്ന് പറയുന്ന സർക്യൂട്ടിലെ റെസിസ്റ്റൻസിനെയും അതുപോലെ ചാർജും റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടത്. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണെന്നുള്ളത് നമ്മൾ കണ്ടു. അതായത് whenever the change in magnetic flux associated with the coil is there, an EMF is induced in the coil. That phenomenon is called electromagnetic induction. ഇപ്പോൾ ഫാരഡേ ആണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ മനസ്സിലാക്കിയത്. ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, രണ്ട് പാർട്ടുകൾ. അപ്പോൾ അതിൽ രണ്ടാമത്തെ പാർട്ടിൽ പറയുന്നു the EMF induced is directly proportional to rate of change of magnetic flux. ലെൻസസ് റൂൾ പറയുന്നു. ലെൻസസ് റൂൾ എന്ന് പറയുന്നത് ഈ EMFന്റെയും കറണ്ടിന്റെയും ഡയറക്ഷനെ കുറിച്ച് പറയുന്നതാണ്. അപ്പോൾ according to Lenz's rule, the direction of induced EMF is always to oppose the change in magnetic flux എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇന്ന് നമ്മൾ കണ്ട കാര്യങ്ങൾ. ഈ ക്ലാസ് ശ്രദ്ധിച്ച നിങ്ങൾക്ക് നന്ദി. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു വെരി മച്ച്.